കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 8. രചന ശാലിനി ഇ എ. നീ വരാൻ വൈകിയപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലായിരിക്കുമെന്ന്. എവിടെ വീണതടി? പതിയെ ചോദിക്കുന്ന കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി അവൾ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു. പിന്നെ പറയാം. അവരുടെ രണ്ടുപേരുടെയും പതിഞ്ഞ സംസാരം തൊട്ടടുത്ത് നിന്ന് സശ്രദ്ധം ശിക്ഷിക്കുകയായിരുന്നു മാധവ്. നെറ്റിയിലെ മുറിവും തൊട്ടടുത്തിരിക്കുന്നവരുടെ പരിചിതഭാവത്തിലുള്ള സംസാരവും ഇതിനോടകം തന്നെ അവനെ സംശയത്തിലേക്ക് ആയിത്തീരുന്നു. എന്നാൽ മുന്നിലിരിക്കുന്ന ഹൃദയല്ലെന്ന് മാത്രം ചിന്തിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. തുടർന്ന് വായിക്കുക. മനസ്സിലെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് മാധവ് ക്ലാസ് പുനരാരംഭിച്ചു. മറ്റു കുട്ടികളുടെ പരിചയപ്പെടുത്തലുകൾ ഒന്നും അവന്റെ തലയിലേക്ക് കയറിയതേയില്ല. എന്നാൽ ജോല പരിചയപ്പെടുത്തിയതും അവൾ അവളെ തന്നെ തറഞ്ഞു നോക്കി നിന്നു. ജോല സത്യനാഥൻ, അതാണത്രേ അവളുടെ പേര്. അപ്പുറത്തെ ക്ലാസ്സിൽ പോയി ഹൃദയെ നേരിൽ കണ്ടാലല്ലാതെ തന്റെ നെഞ്ചിലെ ഈ പിടപ്പ് അവസാനിക്കുകയില്ലെന്ന് അവന്റെ മനം മന്ത്രിച്ചു. ഒരുവിധം അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ച് മാധവ് പുറത്തേക്കിറങ്ങി. അവൻ കുട്ടികളെ ആരെയും ശ്രദ്ധിച്ചില്ല, ജ്വാലയെ പോലും. ലക്ഷ്യം MSc കെമിസ്ട്രി ബ്ലോക്ക് ആയിരുന്നു. ആ ക്ലാസ്സിൽ ഹൃദയ ഉണ്ടോ എന്നറിയുന്നത് വരെ തന്റെ നെഞ്ചിടിപ്പ് അവസാനിക്കുകയില്ലെന്ന് അവന് വ്യക്തമായി അറിയാം. താൻ അവളുടെ ക്ലാസ് ലക്ഷ്യമാക്കി നടക്കുകയാണോ ഓടുകയാണോ എന്നുപോലും അറിയാതെയുള്ള പോക്ക്. ക്ലാസ്സിനടുത്തേക്ക് എത്തുമ്പോഴേക്കും കണ്ടു തന്റെ നേർക്ക് ഓടിപ്പാഞ്ഞു വരുന്നവളെ. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ അവൾ ധരിച്ച അതേ ഡ്രസ്സ്. കഴിഞ്ഞ വർഷമാണ് നീളമുള്ള മുടി തന്നോട് വഴക്കിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഷേപ്പിൽ വെട്ടിയത്. അതിങ്ങനെ ഷാമ്പു ഇട്ട് പതിപ്പിച്ച് പാറിപ്പിച്ച് നടക്കും. ഇപ്പോൾ അതാണത്രേ ഫാഷൻ. ചെയ്യരുതെന്ന് പറയുന്നത് വാശി പിടിച്ച് നടത്തും. എന്തോ അവളുടെ കണ്ണ് നിറഞ്ഞു കാണുന്നത് തനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ പറയുന്നതിലൊക്കെ സമ്മതം മൂളും. നീ അവളെ വഷളാക്കുന്നത്. ഒടുക്കം അനിയത്തി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഏട്ടനും കൂടെ പോകേണ്ടി വരും. അതും പറഞ്ഞ് അച്ഛനും അമ്മയും തന്നോട് വഴക്കിടാറുണ്ട്. ജീവിതത്തിലേറെയും നഷ്ടങ്ങളുടെ കണക്കാണ്. ഈ ഒന്ന് മാത്രമാണ് ലാഭം എന്ന് പറയാനുള്ളത്. തന്റെ ജീവിതം അവസാനിക്കുന്നത് വരെ ആ ലാഭം എന്നും കൂടെ വേണം എന്നൊരു ആഗ്രഹം. ഏട്ടാ, എന്തേ ഇങ്ങോട്ട് വന്നത്? ഏട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ? പെട്ടെന്നുള്ള ഹൃദയയുടെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അവൾ മുന്നിൽ വന്നു നിന്നത് ഒന്നും താൻ അറിഞ്ഞില്ല. അവൻ അവളുടെ മുടിയിൽ അരുമയോടെ തലോടി. വെറുതെ ഏട്ടൻ വെറുതെ വന്നതാ. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ എന്തോ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. നന്നായി പഠിക്കണം, മിടുക്കിയാവണം. പെട്ടെന്ന് തിരിഞ്ഞു നടക്കുന്ന ഏട്ടനെ അവൾ നിർനിമേഷയായി നോക്കി നിന്നു. ഏട്ടൻ ഇതെന്തു പറ്റി? ദൂരയാത്രയ്ക്ക് പോകുന്ന ആൾക്കാരെ പോലെ ഓരോന്ന് പറയുന്നത് എന്താ? അവളൊന്നും മനസ്സിലാകാതെ നടന്നു നീങ്ങുന്ന മാധവിനെ നോക്കി നിന്നു. അടുത്ത ഹവർ മാധവിന് ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ സീറ്റിൽ മേശയിൽ തലവെച്ചുകൊണ്ട് കിടന്നു. ഓരോ ചിന്തകൾ മനസ്സിനെ ഭയപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി. നേരത്തെ കണ്ടതെല്ലാം എന്റെ തോന്നൽ മാത്രമാകുമോ? കുറച്ചു ദിവസമായി ഹൃദയെക്കുറിച്ചുള്ള ആദിയാണ് മനസ്സിൽ നിറയെ. ചെറുപ്പത്തിലെ വാക്കുറപ്പിച്ചു വെച്ചതാണ് അമ്മാവന്റെ മകൻ സൂരജായിട്ടുള്ള അവളുടെ കല്യാണം. ആർക്കും ആ കാര്യത്തിൽ എതിരഭിപ്രായം ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു മാസമായി അവൾക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. പെൺകുട്ടികളുടെ മനസ്സല്ലേ, വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ മനസ്സിൽ കയറി കഴിഞ്ഞോ? അതുകൊണ്ടാണോ അവൾ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? തന്റെ മനസ്സിലേക്ക് ആദ്യം കയറിയത് ആ വക ചിന്തകളാണ്. ഇന്നത്തെ കാലമല്ലേ, പെൺകുട്ടികളെ കുറ്റം പറയാനും പറ്റില്ല. പ്രലോഭനങ്ങളിൽ അറിയാതെ വീണു പോകുന്നവരാണ് പലരും. ഇത്ര നാളും ഒരുത്തനും വാക്കു കൊടുത്തിട്ട് മറ്റൊരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യമല്ലേ അത്? അവൾ കുഞ്ഞാണ്, പക്വതയില്ലാത്ത മനസ്സ്. എന്നാൽ പക്വതയുള്ളവർ അവളോട് ചേർന്ന് നിൽക്കാൻ പാടുള്ളതാണോ? അതുകൊണ്ട് തന്നെ താൻ എതിർത്തു, ശക്തമായി തന്നെ എതിർത്തു. നീ എത്ര വാശി പിടിച്ചാലും സൂര്യ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ ഏട്ടനെ പിന്നെ നീ കാണില്ലെന്നും. തന്റെ കാലുകൾ കെട്ടിപ്പിടിച്ച് എന്നവൾ ഒത്തിരി കരഞ്ഞു. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഏട്ടാ. ഏട്ടനോട് ഒരപേക്ഷയുണ്ട്. സൂരജേട്ടനെ കുറിച്ച് ഏട്ടൻ നന്നായി ഒന്ന് അന്വേഷിക്കുക. തീരെ അറിയാത്ത ഒരാളുടെ ആലോചന എനിക്ക് വന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഏട്ടൻ അയാളെ കുറിച്ച് അന്വേഷിക്കുക? അതുപോലെ അന്വേഷിക്കൂ. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ സൂരജേട്ടൻ നല്ലവനാണെന്ന് ഏട്ടന് തെളിഞ്ഞാൽ പിന്നെ ഈ ഹൃദയ കല്യാണത്തിന് എതിർക്കില്ല. എന്റെ ജീവിതത്തിൽ നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏട്ടൻ ഒരിക്കലും ചീത്ത സ്വഭാവമുള്ള ഒരാൾക്ക് എന്നെ കൊടുക്കില്ലല്ലോ. പിന്നീട് വരുന്നതെല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിക്കും.
മാധവിന്റെ തലയ്ക്കുള്ളിൽ ഹൃദയയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ പിന്നാലെയായിരുന്നു ഇത്രയും ദിവസവും. അവൻ അറിയാതെ അവനെ പിന്തുടരുകയായിരുന്നു താൻ. ഇവിടെ അവന് സ്വന്തമായ ഒരു ഫ്ലാറ്റും അതിലൊരു പെണ്ണും ഉണ്ടെന്നറിഞ്ഞപ്പോൾ നെഞ്ചിലൊരു നീറ്റലായിരുന്നു. അതുമാത്രമല്ല, അവനെക്കുറിച്ച് താൻ അറിഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ നെഞ്ചിൽ കൂടം കൊണ്ട് തല്ലുന്ന വേദനയാണ്. ഇതൊന്നും അറിയാതെ താൻ അവന് കല്യാണം കഴിച്ചു കൊടുത്താൽ തന്റെ കുട്ടി ചതിക്കപ്പെടുകയായിരുന്നില്ലേ? അവളുടെ ജീവിതം തന്നെ തകർന്നു പോകില്ലേ? ഒരിക്കലും കരകയറാൻ ആവാത്ത കഴുത്തിലേക്ക് അവൾ വീണ്ടുപോകില്ലേ? അവളെക്കുറിച്ചുള്ള ആദിയിൽ മനസ്സ് സ്വാർത്ഥമായി പോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആ കുട്ടിയെ കണ്ടപ്പോൾ ഹൃദയെ പോലെ തോന്നിച്ചത്. മാധവ് തന്റെ മനസ്സിനെ അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. വൈകുന്നേരം ജോലയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സത്യനാഥ് എത്തി. കാറിലിരിക്കുമ്പോൾ ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലെ വിശേഷങ്ങളെല്ലാം പറയുന്നതിനിടയിൽ സേതുലക്ഷ്മി മേഡം തന്നെ നെറ്റിയിലെ സ്റ്റിച്ച് എടുത്തതും അവൾ പറഞ്ഞു. എന്നിട്ട് വേദനയുണ്ടോ മോളെ? ഇല്ലച്ചാ, കഴിച്ചും കൊണ്ടിരുന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആ മരുന്ന് 2 ദിവസത്തേക്ക് കൂടി എഴുതി തന്നിട്ടുണ്ട്. അച്ഛൻ ടൗണിൽ പോകുമ്പോൾ അത് വാങ്ങണം. കോളേജിന് മുന്നിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇറങ്ങിയ ഉടനെ പറയുകയായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നും വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇനി എന്തായാലും നാളെ വാങ്ങിക്കാം മോളെ. ലിസ്റ്റ് അച്ഛന്റെ പേഴ്സിലേക്ക് എടുത്തു വെക്കണം, മറക്കരുത്. വീട്ടിൽ ചെന്ന് കയറിയതും സുനന്ദയോട് അവൾ വിശേഷങ്ങളുടെ കെട്ടഴിച്ചു. 4:30 ആയിട്ടുണ്ടാകും മാധവിന്റെ കാർ തറവാട്ടിന്റെ മുന്നിലെത്തുമ്പോൾ. കാറിന്റെ ശബ്ദം കേട്ട് ശാരദയ്ക്ക് പിന്നാലെ കാളിന്തിയും പൂമുഖത്തെത്തി. ചിരിച്ചും കൊണ്ട് മാധവ് കയറി വരുമ്പോൾ ബാക്ക് തിരിഞ്ഞു നിന്ന് കാറിന്റെ പിൻസീറ്റിൽ നിന്നും എന്തോ എടുക്കുന്ന ഹൃദയയിലായിരുന്നു ആ അമ്മയുടെയും മകളുടെയും മിഴികൾ. ഹൃദയ! തിരിഞ്ഞു നിന്നും കൊണ്ട് അവൻ അവളെ ഉറക്കെ വിളിച്ചു. ദേ വന്നു. ഈ ബാഗ് ഒന്ന് എടുക്കട്ടെ ഏട്ടാ. മോൻ അകത്തേക്ക് കയറ്, മോളെ ഞങ്ങൾ കൂട്ടിയിട്ട് വരാം. അതോടെ പുഞ്ചിരിച്ചും കൊണ്ട് പൂമുഖത്ത് സ്റ്റെപ്പിലേക്ക് അവൻ കാലെടുത്തു വെച്ചു. അമ്മേ, ഇതേ ജോല മിസ് എന്താ ഇവരുടെ കൂടെ ഇങ്ങോട്ട് വന്നത്? ഹൃദയ കാറിൽ നിന്നും ബാഗ് എടുത്ത് തിരിഞ്ഞതും കാളിന്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റെപ്പിൽ നിന്നും പൂമുഖത്തേക്ക് കയറാൻ ഉയർത്തിയ കാൽ തിരികെ വെച്ചുകൊണ്ട് മാധവ് തിരിഞ്ഞു നിന്നു. നെഞ്ചിലൊരു വാൾ പുളഞ്ഞു പോയതുപോലെ. ശാരദ ഹൃദയെ നോക്കി അമ്പരന്ന് നിൽക്കുകയാണ്. മോനെ ഇത്? അവർ ഒരു ചോദ്യം പോലെ മാധവിനെ നോക്കി. എന്റെ അനിയത്തിയാണ് ഹൃദയ. തന്റെ മുന്നിൽ കണ്ടതൊന്നും തോന്നൽ ആയിരുന്നില്ലെന്ന് ആ നിമിഷം അവന്റെ മനസ്സ് മന്ത്രിച്ചു. ഇവിടെ ഒരു കുട്ടി മോളുടെ ട്യൂഷൻ എടുക്കാൻ വരുന്നുണ്ട്. ജോല എന്ന പേര്. ശരിക്കും അവളെ പോലെ തോന്നി. പക്ഷെ അമ്മേ, ജോല മിസ്സിന് ഒത്തിരി മുടിയുണ്ടല്ലോ. ഈ ചേച്ചിക്ക് മുടി കുറവാ. അതെ, ആ ഒരു മാറ്റം മാത്രമേ ഞാനും കാണുന്നുള്ളൂ. വേറൊരു വ്യത്യാസവുമില്ല. അന്യരായ വ്യക്തികൾക്ക് ഇത്രയും സാമ്യം ഉണ്ടാകുമോ? ഇനിയിപ്പോൾ ചേച്ചി അനിയത്തിയായാൽ പോലും അവർക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും. ഇതൊരു മാതിരി ഇരട്ടകളെപ്പോലെ. ശാരദ അത് പറഞ്ഞു നിർത്തിയതും മാധവിന്റെ തലച്ചോറിലാണ് ഇടിമിന്നൽ വെട്ടിയത്. ഇതൊരുമാതിരി ഇരട്ടകളെപ്പോലെ, ഇരട്ടകളെപ്പോലെ. ആ വാക്കുകൾ മാത്രം അവന്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. അവന്റെ ദേഹം തളരുന്നത് പോലെയും കൈകാലുകൾ വിറക്കുന്നത് പോലെയും തോന്നി. പൂമുഖത്ത് തേക്കുകൊണ്ട് പിടിപ്പിച്ച വാളിലേക്ക് അവൻ അഭയത്തിനൊന്നോണം അമർത്തി പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് ശാരദ മുഖത്തെ ഭാവങ്ങൾ മാറ്റി. മക്കളിരിക്കൂ, ഞാൻ കഴിക്കാനെടുക്കാം. ആ നേരം കൊണ്ട് കാളിന്തി ഹൃദയയുടെ കയ്യിൽ തൂങ്ങി കഴിഞ്ഞിരുന്നു. ആന്റി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ചെറിയൊരു തലവേദനയുണ്ട്. കുറച്ചു നേരം ഒന്ന് കിടക്കാൻ. വരൂ, മുകളിൽ ഒരു റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. മോള് കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കൂ, ഏട്ടനൊന്ന് കിടക്കട്ടെ. ഹൃദയെ നോക്കി പറഞ്ഞുകൊണ്ട് മാധവ് ശാരദയ്ക്ക് പിന്നാലെ സ്റ്റെപ്പ് കയറി ഹൃദയമോളും ഇന്ദുമോളുടെ റൂമിൽ കുടിക്കോ. അതാവുമ്പോൾ മിണ്ടാനും പറയാനും രണ്ടാൾക്കും കൂട്ടായി. ശാരദ പറഞ്ഞത് കേട്ട് കാളിന്തി അവളെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആന്റി, ആരുടെ കാര്യമാ പറയുന്നത്? ഹൃദയ കാളിന്തിയോട് തിരക്കി. ഇവിടെ എന്നെ പഠിപ്പിക്കാൻ ഒരു മിസ് വരുന്നുണ്ട്, ജോല എന്ന പേര്. ശരിക്കും ചേച്ചിയെ കണ്ടാൽ എന്റെ ജോല മിസ്സിനെ പോലെ. ഓ, അതാണോ? ചിലർക്ക് അങ്ങനെ ഒരേ ചായയൊക്കെ തോന്നും. അത് സ്വാഭാവികം. ഹൃദയ ഒന്ന് പുഞ്ചിരിച്ചു.
ഇത് അങ്ങനെയല്ല ചേച്ചി, ശരിക്കും നിങ്ങളെ കണ്ടാൽ ഒരുപോലെയാണ്. എനിക്കിപ്പോൾ എന്ത് സന്തോഷാ തോന്നിയതെന്നറിയാമോ? അതെന്തിന്? ഹൃദ്യ കാളിന്തിയുടെ നേർക്ക് മിഴിച്ചു നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടാ എൻ്റെ ജോല മിസ്സിനെ. അതുപോലെയുള്ള ചേച്ചിയെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഒന്നുകൂടെ കൂടി. കാളിന്തി നിഷ്കളങ്കമായി ചിരിച്ചു. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന അർത്ഥത്തിൽ ഹൃദ്യയും അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. കാളിദാസിന്റെ റൂമിനോട് ചേർന്നുള്ള റൂമാണ് ശാരദ അവനായി തുറന്നു കൊടുത്തത്. വാതിൽ ലോക്ക് ചെയ്തതിനു ശേഷം അവൻ ആ ബെഡിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആ സമയം അവനൊരു 8 വയസ്സുകാരനായി മാറി. മാറോട് ചേർന്നുറങ്ങുന്ന 6 മാസം പ്രായമുള്ളവളെ വാത്സല്യത്തോടെ നോക്കുന്ന 8 വയസ്സുകാരൻ. വിധി തന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചവളെ മരണം കൊണ്ടുപോകുന്നത് കണ്ട് അലറി വിളിച്ചവൻ. കയ്യിൽ കിട്ടിയ കരിഞ്ഞ മാംസത്തുണ്ടിനെ തെക്കേ തൊടിയിലെ ചിതയിലേക്ക് വെച്ച് തീ കൊളുത്തുമ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയുടെ ബോധം മറഞ്ഞ് താഴേക്ക് വീണുപോയവൻ. അവൾ തന്റെ ഹൃദയ മുൾ. അവളുടെ ജീവനല്ലായിരുന്നോ ആ തീനാമ്പുകളിൽ പൊലിഞ്ഞുപോയത്? അപ്പോ തങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കത്തിക്കരിഞ്ഞ പിഞ്ചു ശരീരം ആരുടേതായിരുന്നു? മാധവിന്റെ മനസ്സ് 20 വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു, പൊള്ളുന്ന ഓർമ്മകളിലേക്ക്. തുടരുകയാണ് കേട്ടോ കഥയുടെ അടുത്ത ഭാഗം.